ഹലോ ഗൈസ്, ഇന്ന് നോമ്പ് തുറക്കാൻ എന്തൊക്കെ കഴിച്ചതെന്ന് നോക്കിയാലോ. നോമ്പ് തുറക്കാൻ നേരത്തെ പേഷ്യൻ്റ് വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നേ. എൻ്റെ മനസ്സ് പറഞ്ഞത് തെറ്റിയില്ല. നോമ്പ് തുറക്കാൻ കറക്റ്റ് 1 മിനിറ്റ് സമയമുള്ളപ്പോൾ പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളം കുടിച്ച് നോമ്പ് തുറന്നു. അങ്ങനെ പേഷ്യൻ്റൊക്കെ പോയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നുണ്ടായിരുന്നേ. ഇന്ന് ഞാൻ ഫുഡ് ഏൽപ്പിച്ച ആൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ മൂപ്പരാൾ. ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് ബത്തക്ക ഉണ്ടായിരുന്നു, മുന്തിരി ഉണ്ടായിരുന്നു, സ്ട്രോബെറി ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് കരിക്കിൻ്റെ ഷേക്കായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത പേഷ്യൻ്റ് വന്നത്. അങ്ങനെ ഞാൻ കഴിക്കലൊക്കെ നിർത്തി ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോള് ഫുഡ് കഴിച്ചോ, എനിക്ക് പുറത്ത് പോകാനുണ്ട്, മോള് നോമ്പ് തുറന്ന് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ എടുത്താൽ മതി, ഞാൻ അപ്പോഴേക്കും പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പാവം, നല്ലൊരു മനുഷ്യൻ. പിന്നെ നമുക്ക് പൊരിക്കടിയായിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു, ഉന്നക്ക ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ വേറെ എന്തായിരുന്നു, കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരം കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മൾ റൂമിൽ പോയി കുളിയും നിസ്കാരമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത്. നല്ല ചോറും മോര് കാച്ചിയതും ചിക്കനും നാരങ്ങാച്ചാറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടാളും ഒരു പ്ലേറ്റിലാണ് ഫുഡ് കഴിക്കുന്നത്. വേറെ ഒന്നുമല്ല, സ്നേഹം വർദ്ധിക്കുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്നേഹം അങ്ങോട്ട് വർദ്ധിക്കട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.